ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ബിരിയാണി കഴിക്കും വേണം എന്ന ഒട്ടും നമുക്ക് മെനക്കെടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുക്കറിലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനോ ഏത് പാത്രത്തിലായാലും നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ. സംഗതി അടിപൊളി ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ റൈസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളിതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് എടുക്കുക. ബീഫാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഇറച്ചിച്ചോറ് വെക്കില്ല, അതുപോലെ ഒരു തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ഈ കാണുന്ന വെളുത്തുള്ളി, എന്താ പറയുക, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളിയും കൂടി ഒന്ന് ഒതുക്കി മാറ്റി വെക്കണം. ഇതുപോലെ പിന്നെ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, പുതിനയില, അതുപോലെ തന്നെ തക്കാളി, വലിയുള്ളി, പിന്നെ സ്പൈസസും, പിന്നെ കുറച്ച് മഞ്ഞളും ഗരം മസാലയും ഇത്തിരി മല്ലിപ്പൊടിയും. അത് മാത്രം മതി കേട്ടോ. മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു പാൻ, ഞാൻ ഇവിടെ ഇഡ്ഡലി ചെമ്പാട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക. അതിലോട്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള മറ്റേ ഇതില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകൊക്കെ ഒതുക്കിയത് അതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പച്ചമണം മാറുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഉള്ളി വഴണ്ട് കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വഴണ്ടതിന് ശേഷമാണ് നമ്മൾ തക്കാളിക്ക് ഇടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അരി എടുത്തത് 500 അരിയാട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് എന്താ പറയുക, റൈസാണ് വെക്കുന്നുള്ളൂ, കാരണം ബീഫ് കുറവുള്ളൂ. അപ്പം ഒരിത്തിരി ബീഫായാലും നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലാക്കി. അങ്ങനെ ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല കോയമ്പ് രൂപത്തിലായി കിട്ടണം കേട്ടോ. പിന്നെ മറന്നു പോയതാണ് സ്പൈസസ്, എണ്ണ ഒഴിച്ച് പാടിടേണ്ടതാണ്. മറന്നു പോയതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ കൂടുതലിട്ട്. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഒന്നായിട്ട് ഒപ്പരിട്ട് വേവിക്കുന്നതല്ലേ. അങ്ങനെ നമ്മളിട്ട് എല്ലാ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തും കണ്ട് ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളം മാറ്റിയിട്ട് ബീഫ് മാത്രം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചാൽ അതൊന്നും അവിടെ സെറ്റായി വരും. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റിയ വെള്ളവും നമ്മൾ അരിൻ്റെ അളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത്. കാരണം ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവ് നമ്മൾ ഈ ഇറച്ചി വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ് പോരാന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഒരു കഷ്ണം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴാട്ടോ അരി നമുക്ക് കഴുകി ഊറ്റിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അതൊന്ന് അടച്ച് വെച്ച് നല്ല തിളച്ചതിന് ശേഷം നമുക്കത് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അടിയിൽ പാത്രം വെച്ച് കൊടുക്കണം. ഇങ്ങനത്തെ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് മുകളിൽ നമ്മൾ ഈ ചെമ്പ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നോൺ സ്റ്റിക്കിലെന്നാകുമ്പോൾ അധികം അടി പിടിക്കില്ല, എന്നാലും ഇത് അടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ നമ്മൾ റൈസൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഇത്തിരി kg ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തേക്ക് നമുക്ക് അടച്ച് വെച്ച് നമ്മൾ കഴിക്കുന്നതിന് ഒരിത്തിരി മുന്നേ തുറന്നാൽ അടിപൊളി സ്മെല്ലാട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ ബൈ.